Hello everyone, welcome back to my video. ഇന്ന് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന കുറച്ച് സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഡിസ്കസ് ചെയ്യാം. So the first procedure is open procedures. Open surgery involves making a large incision in the body to access the area needing treatment. This approach provides direct access and a clear view for the surgeon. അപ്പോൾ ആദ്യം ഓപ്പൺ പ്രൊസീജിയേഴ്സ് ആണ്. ഓപ്പൺ സർജറി എന്ന് പറയുന്നത് ഒരു ലാർജ് ഇൻസിഷൻ നമ്മുടെ ബോഡിയിൽ ഒരു കട്ടിട്ടിട്ട് അല്ലെങ്കിൽ ഒരു ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്ത് അതിലൂടെ ഏത് ഏരിയ ആണോ ട്രീറ്റ്മെൻറ്റ് വേണ്ടത് ആ ഒരു ഏരിയയിലേക്ക് എത്തുക, എന്നിട്ട് അവിടെ പ്രൊസീജിയർ ചെയ്യുക എന്നുള്ളതാണ് ഇൻസിഷൻ ഇട്ടിട്ടുള്ള ഓപ്പൺ, നമ്മുടെ ബോഡീനെ ഓപ്പൺ ചെയ്തിട്ടുള്ള പ്രൊസീജിയർ. ഈ അപ്രോച്ചിലൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് ആ ഒരു ഏരിയനെ വ്യൂ ചെയ്യാനും അതുപോലെ ഡയറക്റ്റ്ലി ആ ഒരു ഏരിയയിൽ പ്രൊസീജിയേഴ്സ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ കോമൺ എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ഓപ്പൺ ഹാർട്ട് സർജറി, അബ്ഡമിനൽ സർജറി, എക്സാമ്പിൾ ഫോർ ബവൽ റിസെക്ഷൻ ആണ്. അപ്പോൾ ഓപ്പൺ ഹാർട്ട് സർജറി എന്നൊക്കെ പറയുന്നത് ഓപ്പൺ ചെയ്തിട്ട്, അതായത് ഇൻസിഷനിട്ട് നമ്മുടെ സ്കിന്നിനെ ഓപ്പൺ ചെയ്ത് എന്നിട്ട് ഹാർട്ടിലെത്തി പ്രൊസീജിയേഴ്സ് ചെയ്യുന്നതാണ്. ഇനി അബ്ഡമിനൽ സർജറി എന്ന് പറയുമ്പോൾ അബ്ഡമിനൽ ഏരിയയിൽ ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്ത് ഇപ്പോൾ ബവൽ റിസെക്ഷൻ ഒക്കെ വരുമ്പോൾ അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സൊക്കെ ചെയ്യാനായിട്ടാണ് ഈ ഓപ്പൺ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത്. ഓപ്പൺ പ്രൊസീജിയേഴ്സ് എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടി ഡിഫിക്കൾട്ടായിട്ടുള്ള അല്ലെങ്കിൽ കോംപ്ലെക്സ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സാണ്. ബിക്കോസ് ഒരു ലോട്ട് ഓഫ് ബ്ലഡ് ലോസ് ഉണ്ടാവും. അതുപോലെ തന്നെ പേഷ്യൻറ്റിൻ്റെ ഒരു പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡ് അല്ലെങ്കിൽ റെസ്റ്റിംഗ് പീരീഡ് കുറച്ച് കൂടുതലായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഓപ്പൺ പ്രൊസീജിയേഴ്സിൽ വരുന്നത്. നെക്സ്റ്റ് വൺ എൻഡോസ്കോപ്പി ആണ്. എൻഡോസ്കോപ്പിക് പ്രൊസീജിയേഴ്സ് ഇൻവോൾവ് ഇൻസേർട്ടിംഗ് എ ഫ്ലെക്സിബിൾ ട്യൂബ് വിത്ത് എ ക്യാമറ എൻഡോസ്കോപ്പ് into the body through natural openings or small incisions to visualize and treat internal organs. എൻഡോസ്കോപ്പി എന്ന് പറയുമ്പോൾ എക്സാമിനേഷൻ ഓഫ് ദി ഇൻസൈഡ് ഓഫ് ദി ബോഡി. എൻഡോ എന്ന് പറഞ്ഞാൽ ഇന്നർ, ഇൻസൈഡ് എന്നൊക്കെയാണ് മീനിങ് വരുന്നത്. സ്കോപ്പി എന്ന് പറയുന്നത് ആ ഒരു എക്സാമിനേഷനാണ്. സോ നമ്മുടെ ബോഡിയുടെ ഉള്ളിലുള്ള എക്സാമിനേഷനാണ് എൻഡോസ്കോപ്പി എന്ന് പറയുന്നത്. സോ ഇതിൽ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ട്യൂബിൽ ക്യാമറ അറ്റാച്ച് ചെയ്ത്, ക്യാമറേനെ എൻഡോസ്കോപ്പ് എന്നാണ് പറയുന്നത്, ഇത് അറ്റാച്ച് ചെയ്ത് നമ്മുടെ ബോഡിയിലേക്ക് ഇൻസേർട്ട് ചെയ്യാണ്. എയ്തർ നമ്മുടെ നാച്ചുറൽ ഓപ്പണിങ്സ് ലൈക്ക് നമ്മുടെ മൗത്ത്, നോസ് അല്ലെങ്കിൽ എയ്നസ്, വജൈന ഒക്കെ വഴി ഈ ഒരു ക്യാമറേനെ അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ട്യൂബിനെ ബോഡിയിലേക്ക് അഡ്മിനിസ്റ്റർ ചെയ്യും. അല്ലെങ്കിൽ ബോഡിയിൽ എവിടെയെങ്കിലും ചെറിയൊരു ഇൻസിഷൻ ഇട്ട്, ഇപ്പോൾ നമുക്ക് അബ്ഡമിനൽ ഏരിയയിലൊക്കെ ആണെങ്കിൽ അവിടെ ഒരു ഇൻസിഷൻ ഇട്ടിട്ടായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേറെ പേരാണ് പറയുന്നത്, അത് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യും. സോ നമ്മുടെ ബോഡിയുടെ ഉള്ളിലേക്ക് എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഡിസീസ് ആണോ എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ വരുമ്പോൾ അതിനെ എക്സാമിൻ ചെയ്യാനായിട്ട് ഒരു ക്യാമറ ഇൻസേർട്ട് ചെയ്യുന്ന പ്രൊസീജിയറാണ് എൻഡോസ്കോപ്പിക് പ്രൊസീജിയർ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് ആണ് ഗ്യാസ്ട്രോസ്കോപ്പി ടു വ്യൂ ദ സ്റ്റൊമക്ക് ആൻഡ് അപ്പർ ഡൈജസ്റ്റീവ് ട്രാക്ട്, കൊളോണോസ്കോപ്പി എന്ന് പറയുന്നത് ടു വ്യൂ ദ കോളൻ ആൻഡ് റെക്ടം, നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈനും റെക്റ്റൊക്കെ എക്സാമിൻ ചെയ്യാനായിട്ട് എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ അതിനെ കൊളോണോസ്കോപ്പി എന്ന് പറയും. സ്റ്റൊമക്കാണ് എക്സാമിൻ ചെയ്യുന്നതെങ്കിൽ ഗ്യാസ്ട്രോസ്കോപ്പി എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഏത് ബോഡി പാർട്ടിനെയാണ് എക്സാമിൻ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് എൻഡോസ്കോപ്പിയുടെ പേര് മാറും. അതായത് ഇപ്പം ഈസോഫാഗസ് ആണ് എക്സാമിൻ ചെയ്യുന്നതെങ്കിൽ ഈസോഫാഗോസ്കോപ്പി എന്നാണ് പറയുന്നത്. സ്റ്റൊമക്ക് ആകുമ്പോൾ ഗ്യാസ്ട്രോ എന്ന് പറഞ്ഞാൽ സ്റ്റൊമക്കാണ്, ഗ്യാസ്ട്രോസ്കോപ്പി. സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണെങ്കിൽ എൻഡറോസ്കോപ്പി ആണ്, എൻഡറോ മീൻസ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. കൊളോണോസ്കോപ്പി എന്ന് പറയുമ്പോൾ കൊളോൺ എന്ന് പറയുന്നത് ലാർജ് ഇൻറ്റസ്റ്റൈൻ ആണ്. സോ ഏത് ബോഡി പാർട്ടിനെയാണോ എക്സാമിൻ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് പേരുകൾ മാറുന്നതാണ്. ബേസിക്കലി പ്രൊസീജിയർ എന്ന് പറയുന്നത് ക്യാമറ ബോഡിയുടെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്യുക, അവിടെ എക്സാമിൻ ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ലെപ്പാരോസ്കോപ്പി അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പി എന്ന് പറയാം. ഈ ലാപ്രോ അല്ലെങ്കിൽ ലെപ്പാരോ എന്നൊക്കെ പറയുന്നത് നമ്മുടെ അബ്ഡമിനൽ വാളിനെയാണ് പറയുന്നത്. സോ ലാപ്രോസ്കോപ്പിക് സർജറി, ഓൾസോ നോൺ ആസ് മിനിമലി ഇൻവേസീവ് സർജറി, ഇൻവോൾവ്സ് മേക്കിംഗ് എ സ്മോൾ ഇൻസിഷൻ ത്രൂ വിച്ച് എ ക്യാമറ ആൻഡ് സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആർ ഇൻസേർട്ടഡ്. അപ്പോൾ ലാപ്രോസ്കോപ്പി എന്ന് പറയുന്നത് ബേസിക്കലി ഒരു എൻഡോസ്കോപ്പി തന്നെയാണ്. അതായത് ഒരു ഫ്ലെക്സിബിൾ ട്യൂബിൽ ക്യാമറ അറ്റാച്ച് ചെയ്ത് നമ്മുടെ ബോഡിയിലേക്ക് അഡ്മിനിസ്റ്റർ ചെയ്യുകയാണ്, ഇൻസേർട്ട് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഡിഫറൻസ് വരുന്നത് അബ്ഡമിനൽ വാളിൽ ഓപ്പണിംഗ് ഇട്ടിട്ടായിരിക്കും. ഞാൻ ഓൾറെഡി ലാസ്റ്റ് എൻഡോസ്കോപ്പി ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അബ്ഡമിനൽ വാളിൽ ഇൻസിഷൻ ഇട്ട്, ഒരു സ്മോൾ ഇൻസിഷൻ ഇട്ട് അതിലൂടെ ക്യാമറ എൻ്റർ ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ ലാപ്രോസ്കോപ്പി എന്നാണ് പറയുന്നത്.
ഇത് യൂഷ്വലി നമ്മുടെ അബ്ഡമിനൽ ഏരിയയിലുള്ള കാര്യങ്ങൾ എക്സാമിൻ ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ അബ്ഡമിനൽ വാളിലൊരു അബ്ഡമിനൽ വാളിൻ്റെ മെഡിക്കൽ ടേമാണ് ലാപ്രോ എന്ന് പറയുന്നത്. സോ അബ്ഡമിനൽ വാളിൽ ഇൻസിഷൻ ഇട്ട് ക്യാമറ ഇൻസേർട്ട് ചെയ്ത് അബ്ഡമിനൽ ഏരിയ, അതുപോലെ ഫീമെയിൽ ജെനൈറ്റൽ ഏരിയ, പെൽവിക് റീജിയൻ ഒക്കെ എക്സാമിൻ ചെയ്യുന്നതിന് നമ്മൾ ലാപ്രോസ്കോപ്പി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ലാപ്രോസ്കോപ്പി വഴി പല പ്രൊസീജിയേഴ്സും പെർഫോം ചെയ്യാറുണ്ട്. സോ ദ ടെക്നിക് ഇസ് യൂസ്ഡ് ഫോർ ഗോൾ ബ്ലാഡർ റിമൂവൽ ആണെങ്കിൽ കോളിസിസ്റ്റെക്ടമി എന്ന് പറയും. എക്ടമി എന്ന് പറഞ്ഞാൽ സർജിക്കൽ റിമൂവൽ ആണ്. ഗോൾ ബ്ലാഡർ ആണ് ഈ കോളിസിസ്റ്റ് എന്ന് പറയുന്നത്. സോ ലാപ്രോസ്കോപ്പിക്കലി അബ്ഡമനിൽ ഇൻസിഷൻ ഇട്ട് റിമൂവ് ചെയ്യുക, ഗോൾ ബ്ലാഡർ റിമൂവ് ചെയ്താൽ ലാപ്രോസ്കോപ്പിക്കലി കോളിസിസ്റ്റെക്ടമി ചെയ്തു എന്ന് പറയും. അപ്പൻഡക്ടമി ചെയ്യാറുണ്ട്, അപ്പൻഡിക്സിൻ്റെ റിമൂവൽ ഉണ്ട്. ഹെർണിയ റിപ്പയറിന് വേണ്ടി ലാപ്രോസ്കോപ്പി യൂസ് ചെയ്യാറൊക്കെ ഉണ്ട്. സോ ലാപ്രോസ്കോപ്പി പല കാര്യങ്ങൾക്കും വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. ബട്ട് അത് എൻഡോസ്കോപ്പി തന്നെ, ബട്ട് അബ്ഡമിനൽ വാളിലൊരു ഇൻസിഷൻ ഇട്ടിട്ടാണ് എന്ന് മാത്രം. നെക്സ്റ്റ് വൺ പെർക്യൂട്ടേനിയസ് പ്രൊസീജിയേഴ്സ് ആണ്. പെർക്യൂട്ടേനിയസ് പ്രൊസീജിയേഴ്സ് ഇൻവോൾവ് accessing internal organs or tissue through the skin using needles or other instruments, often guided by imaging technique. പെർക്യൂട്ടേനിയസ്, ക്യൂട്ടേനിയോ അല്ലെങ്കിൽ ക്യൂട്ടേനിയസ് എന്ന് പറയുന്നത് സ്കിന്നാണ്. സോ നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ് അല്ലെങ്കിൽ ടിഷ്യൂനെയൊക്കെ എക്സാമിൻ ചെയ്യാനായിട്ട് നമ്മുടെ സ്കിന്നിലൂടെ യൂസിങ് എ നീഡിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്ത് നമ്മുടെ സ്കിൻ ഏത് ഓർഗനാണോ നോക്കുന്നത് അതിലേക്ക് സ്കിന്നിലൂടെ, അതായത് ഓപ്പണിംഗ് ഒന്നും ഇടാതെ അല്ലെങ്കിൽ നമ്മുടെ നാച്ചുറൽ ഓപ്പണിങ്ങിലൂടെ അല്ലാതെ തന്നെ നമ്മുടെ സ്കിന്നിലൂടെ തന്നെ പിയേഴ്സ് ചെയ്ത് ആണ് ചെയ്യുന്നതെങ്കിൽ അത് പെർക്യൂട്ടേനിയസ് ആണ്. യൂഷ്വലി പെർക്യൂട്ടേനിയസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമേജിങ് ഗൈഡൻസ് യൂസ് ചെയ്യാറുണ്ട്. ലൈക്ക് യൂഷ്വലി ഈ ഇൻസ്ട്രുമെൻറ്റിൻ്റെ കൂടെ ഒരു ക്യാമറ അറ്റാച്ച്ഡ് ഒക്കെ ആയിരിക്കും. സോ ഒരു സ്ക്രീനിൽ അവർക്ക് കാണാൻ പറ്റും ഇത് ഏതിലൂടെയാണ് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് പാസ് ചെയ്ത് പോകുന്നത് എന്നുള്ളതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു സ്ക്രീനിൽ നോക്കിയിട്ടായിരിക്കും ഈ ഒരു പ്രൊസീജിയർ പെർഫോം ചെയ്യുന്നത്. കോമൺ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് പെർക്യൂട്ടേനിയസ് കൊറോണറി ഇൻ്റർവെൻഷൻ ആണ്. അതായത് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ, ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ആർട്ടറിയിൽ ബ്ലോക്കേജ് ഒക്കെ വരുമ്പോൾ, കൊറോണറി ആർട്ടറിയിൽ നാരോയിങ് ഒക്കെ വരുമ്പോൾ ആണ് ഇവിടെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത്. സോ അത് പെർക്യൂട്ടേനിയസ് ആയിട്ട് ചെയ്യാറുണ്ട്. ഒരു കാത്തീറ്റർ ഇൻസേർട്ട് ചെയ്തിട്ടൊക്കെ ചെയ്യുന്ന പ്രൊസീജിയേഴ്സാണ്. പെർക്യൂട്ടേനിയസ് നെഫ്രോലിത്തോട്ടോമി ആണ്. കിഡ്നി സ്റ്റോൺ വരുമ്പോൾ അതിനെ റിമൂവ് ചെയ്യാനായിട്ടും ഈ പെർക്യൂട്ടേനിയസ് പ്രൊസീജിയർ ഓപ്റ്റ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് വൺ ട്രാൻസ് വീനസ് പ്രൊസീജിയർ ആണ്. ട്രാൻസ് വീനസ് എന്ന് പറഞ്ഞാൽ അക്രോസ് വെയിൻ ആണ്. Transvenous procedures involve accessing the body through the veins. These procedures are often used for cardiac interventions. Transvenous എന്ന് പറയുമ്പോൾ യൂഷ്വലി നമ്മുടെ ബോഡിയിലുള്ള ഏതെങ്കിലും ഒരു മേജർ വെയിൻ ഒക്കെ വഴിയായിരിക്കും ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത്. സോ കാർഡിയാക് ഇൻ്റർവെൻഷൻസിനൊക്കെ വേണ്ടി ട്രാൻസ്വീനസ് ആയിട്ട് കാത്തീറ്റർ, ഇപ്പോൾ നമ്മുടെ സബ് ക്ലാവിയൻ വെയിൻ പോലെയുള്ള വെയിനുകൾ, ജുഗുലാർ വെയിനൊക്കെ വഴി ഇപ്പോൾ കാത്തീറ്റർ ഇൻസേർട്ട് ചെയ്യും. എന്നിട്ട് നമ്മുടെ ഹാർട്ടിലുള്ള പ്രോബ്ലംസൊക്കെ കറക്റ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ട്രാൻസ്വീനസ് പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ. പേസ് മേക്കർ ട്രാൻസ്വീനസ് ആയിട്ട് പ്ലേസ് ചെയ്യുന്നതുണ്ട്. അതുപോലെ ട്രാൻസ്വീനസ് ലീഡ് എക്സ്ട്രാക്ഷൻ, റിമൂവൽ ഓഫ് ലീഡ്സ്, പേസ് മേക്കർ ഓർ ഡിഫിബ്രിലേറ്റർ. പേസ് മേക്കറിൻ്റെയോ അല്ലെങ്കിൽ ഡിഫിബ്രിലേറ്ററിൻ്റെയോ ഒക്കെ ലീഡ്സിന് എക്സ്ട്രാക്റ്റ് ചെയ്യുന്നതൊക്കെ ഈ ട്രാൻസ്വീനസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഏതെങ്കിലും ഒരു മേജർ വെയിനൊക്കെ വഴിയായിരിക്കും ഈ പ്രൊസീജിയർ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ആർത്രോസ്കോപ്പി ആണ്. ആർത്രോ മീൻസ് ജോയിൻ്റ് ആണ്. സോ സ്കോപ്പി എന്ന് പറയുമ്പോൾ എക്സാമിനേഷൻ ആണ്. അപ്പോൾ ഒരു ടൈപ്പ് ഓഫ് എൻഡോസ്കോപ്പി തന്നെയാണ്, ബട്ട് അത് ജോയിൻറ്റിലാണ് ചെയ്യുന്നത്. ആർത്രോസ്കോപ്പിക് സർജറി ഇസ് എ മിനിമലി ഇൻവെസീവ് പ്രൊസീജിയർ യൂസ്ഡ് ടു ഡയഗ്നോസ് ആൻഡ് ട്രീറ്റ് ജോയിൻറ്റ് പ്രോബ്ലംസ്. എ ക്യാമറ, ആർത്രോസ്കോപ്പ് ആൻഡ് സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആർ ഇൻസേർട്ടഡ് ഇൻ ടു ദി ജോയിൻറ്റ് ത്രൂ സ്മോൾ ഇൻസിഷൻ. അപ്പോൾ നമ്മൾ ലാപ്രോസ്കോപ്പി പറഞ്ഞപ്പോൾ അബ്ഡമിനൽ വോൾ വഴിയാണ്. ആർത്രോസ്കോപ്പി വരുമ്പോൾ ഒരു സ്മോൾ ഇൻസിഷൻ ഇട്ട്, യൂഷ്വലി ജോയിൻറ്റിൽ തന്നെ ഒരു സ്മോൾ ഇൻസിഷൻ ഇട്ട് അവിടേക്ക് ഒരു ക്യാമറേനെ ഇൻസേർട്ട് ചെയ്യുന്ന പ്രൊസീജിയറാണ്. കോമൺലി പെർഫോംഡ് ഓൺ നീസ്, ഷോൾഡേഴ്സ്, ആങ്കിൾസ്. അങ്ങനെയുള്ള മേജർ ജോയിൻറ്റുകളിൽ നീ ജോയിൻറ്റ്, ഷോൾഡർ ജോയിൻറ്റ്, ആങ്കിൾ ജോയിൻറ്റിലൊക്കെയാണ് ഇത് പെർഫോം ചെയ്യാൻ
പെർഫോം ചെയ്യുന്നത്. പിന്നെ ഈ മിനിമലി ഇൻവെസീവ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഓപ്പൺ സർജറി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒത്തിരി ബ്ലഡ് ലോസ് ഉണ്ടാവുക, അതുപോലെ തന്നെ റിക്കവറി പീരീഡ് ഒരു ലോങ്ങർ ഡ്യൂറേഷൻ ആവുകയൊക്കെ ചെയ്യും. ആർത്രോസ്കോപ്പി, ലാപ്രോസ്കോപ്പി ഒക്കെ പോലെയുള്ള പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ മിനിമലി ഇൻവെസീവാണ്. ഒരു ചെറിയ ഇൻസിഷൻ ഇട്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഒരു ചെറിയ ഇൻസിഷൻ ഇട്ടിട്ടായിരിക്കും പ്രൊസീജിയർ പെർഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒത്തിരി ബ്ലഡ് ലോസ് ഉണ്ടാവില്ല, അതുപോലെ പേഷ്യൻറ്റിൻ്റെ റിക്കവറി പീരീഡ് ഒരുപാട് ലോങ് ആവില്ല, ഒത്തിരി റെസ്റ്റ് വേണ്ടി വരില്ല പേഷ്യൻറ്റിന്. അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സിനെയാണ് ഈ മിനിമലി ഇൻവെസീവ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. സോ ഇനി പറയാനുള്ളത്, ഐ എം കണ്ടക്ടിങ് എ CPC പ്രിപ്പറേഷൻ ക്ലാസ്. കംപ്ലീറ്റ്ലി ഓൺലൈൻ ക്ലാസ് ആണ്, ഇൻഡിവിജ്വൽ ക്ലാസ്സസ് ആണ്, 1-to-1 സെഷൻസ് ആണ്. ഡ്യൂറേഷൻ വരുന്നത് 15 days ആണ്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് മീ. എയ്തർ മെയിൽ ചെയ്യുക, medcode0907@gmail.com ആണ്, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്യുക. മെഡിക്കൽ കോഡ് സർട്ടിഫൈഡ് ആണ് ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ വരുന്നത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്സ് വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് ബിലോ. താങ്ക് യു.